Good morning, all. Good morning, all. Good morning, ma'am. Good morning, ma'am. മെഡിക്കൽ ഗ്യാസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിക്കാം. ഓക്കെ, ഇപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് മെഡിക്കൽ ഗ്യാസ് അല്ലെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന 7 ടൈപ്പ് ഓഫ് മെഡിക്കൽ ഗ്യാസസ് ആണ് പഠിച്ചത്. ഓർക്കുന്നുണ്ട് എല്ലാവരും? ചെറിയ ഷോർട്ട് നോട്ടൊക്കെ നമ്മൾ എഴുതിയായിരുന്നു. പഠിച്ച എല്ലാവരും മെഡിക്കൽ ഗ്യാസ് 7 ടൈപ്പ് ജസ്റ്റ് ഒന്ന് പേരുകൾ മാത്രം ഒന്ന് പറയാം കേട്ടോ. ദെൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. പേരുകൾ മാത്രം ഒന്ന് നോക്കാം. മെഡിക്കൽ എയർ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, നൈട്രസ് ഓക്സൈഡ്, വാക്വം, കംപ്രസ്ഡ് എയർ. ഓക്കെ, അപ്പൊ ഒരു 7 ടൈപ്പ് മെഡിക്കൽ ഗ്യാസ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സെക്ഷൻ ആണ് എടുക്കുന്നത്. ശ്രദ്ധിച്ചിരിക്കാണ്ട് ക്ലാസ്സിൽ എല്ലാവരും. Then system components of centralized gas system. അതായത് നമ്മൾ ഒരു സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന്. ഓക്കെ, നിങ്ങൾക്ക് കുറെ പേർക്ക് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു ഏരിയ ആയിരിക്കാം. സോ നന്നായിട്ട് ശ്രദ്ധിച്ചൊക്കെ ഇരിക്കുക. നോക്കാം. സിസ്റ്റം കോമ്പോണൻസ്. കോമ്പോണൻസ് എന്ന് വെച്ചാൽ മെഡിക്കൽ ഗ്യാസിന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന്. Source of supply, piping networks, valves, warning alarm systems, outlet and inlet, secondary equipment. 6 ഘടകങ്ങളാണ് ഒരു മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിനുള്ളത്. സോഴ്സ് ഓഫ് സപ്ലൈ. സോഴ്സ് ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ നമ്മളെ മെഡിക്കൽ ഗ്യാസ് വിതരണം ചെയ്യുന്ന സോഴ്സസുകൾ. പൈപ്പിംഗ് നെറ്റ്വർക്ക്സ്, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അതായത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് പൈപ്പ് ലൈൻ വഴിയാണ് ഹോസ്പിറ്റലിലെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും മെഡിക്കൽ ഗ്യാസ് വിതരണം ചെയ്യുന്നത്. ദെൻ വാൽവ്, കൺട്രോൾ മെത്തേഡ്. വാൽവ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാലോ? നമ്മുടെ വീട്ടിലൊക്കെ വാൽവുകൾ ഉണ്ടാകും ഇല്ലേ? വാൽവ് എവിടെയാണ് നിങ്ങൾ വാൽവ് കണ്ടിരിക്കുന്നത്? നിങ്ങളുടെ വീട്ടിലേക്ക് വാൽവ് ഉണ്ടാവുമല്ലോ. എവിടെയാണ് കണ്ടിരിക്കുന്നത്? പൈപ്പ് ലൈനിലൊക്കെ ടാപ്പിന്റെ ഒക്കെ വാൽവ് ഉണ്ടാകും ഇല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? കൺട്രോൾ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. വാട്ടർ ടാങ്കിലൊക്കെ വാൽവുകൾ ഉണ്ടാകും. ഔട്ട്ലെറ്റ് ആൻഡ് ഇൻലെറ്റ്സ്. ഗ്യാസ് മെഡിക്കൽ ഗ്യാസ് സപ്ലൈ ചെയ്യാനായിട്ടുള്ള ഔട്ട്ലെറ്റുകളും അതുപോലെ തന്നെ ഇൻലെറ്റുകളും. സെക്കൻഡറി എക്യുപ്മെന്റ്സുകൾ. ഓക്കെ, ഇനി നമുക്കിത് ഓരോന്നും ഓരോ കോമ്പോണൻസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഓക്കെ, നോക്കാം. ഫസ്റ്റ് വൺ ആണ് സോഴ്സസ്, അതായത് സ്രോതസ്സുകൾ. Sources are reserves that generate flow of medical gases through piping networks like manifold system. Sources എന്ന് പറഞ്ഞാൽ സ്രോതസ്സുകളാണ് അല്ലെ? അതായത് മെഡിക്കൽ ഗ്യാസ് പേഷ്യൻസിന് വേണ്ടി പൈപ്പ് ലൈൻ വഴി നമ്മൾ പേഷ്യൻസിന് വേണ്ടി മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം കൊടുക്കുന്ന ആ ഒരു ഉറവിടങ്ങൾ, സ്രോതസ്സുകളെയാണ് നമ്മൾ സോഴ്സസ് എന്ന് വിളിക്കുന്നത്. ലൈക്ക് മാനിഫോൾഡ് സിസ്റ്റം. മാനിഫോൾഡ് സിസ്റ്റം സോഴ്സസിന് ഒരു എക്സാമ്പിൾ ആണ്. എന്താണ് മാനിഫോൾഡ് സിസ്റ്റം എന്ന് അടുത്തത് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ സോഴ്സസ് എന്ന് പറഞ്ഞാൽ പേഷ്യന്റിന് നമ്മള് മെഡിക്കൽ ഗ്യാസ് കൊടുക്കുന്നതിന് വേണ്ടി ആ പേഷ്യന്റിനുകളുടെ മെഡിക്കൽ ഗ്യാസ് എത്തിക്കുന്നതിനുള്ള ഉറവിടങ്ങളെയാണ് നമ്മൾ സോഴ്സസ് എന്ന് വിളിക്കുന്നത്. സ്രോതസ്സുകൾ മലയാളത്തിൽ നമ്മള് സ്രോതസ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി എന്താണ് മാനിഫോൾഡ് സിസ്റ്റം നോക്കാം കേട്ടോ. മാനിഫോൾഡ് സിസ്റ്റം, it contains high pressure cylinder on 2 banks. മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഹൈ പ്രഷർ ആയിട്ടുള്ള സിലിണ്ടർ ആണിത്. അതിന് 2 സൈഡുകളുണ്ട്. ഓക്കെ,
ഒരു വലിയ മെഡിക്കൽ ഗ്യാസ് നമ്മൾ ഫോം ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സിലിണ്ടറുകളിനെയാണ് നമ്മൾ മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത്. Then two banks, അതിന് രണ്ട് സൈഡുകളുണ്ട്. One is backup to other. ഒന്നിൽ നിന്നും കണക്റ്റഡ് ആണെന്ന്. രണ്ട് സിലിണ്ടറുകളാണ്, രണ്ട് വശങ്ങളുണ്ട്. ഈ രണ്ട് വശങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. Beside the control panel is installed for primary and secondary regulators, pressure regulators and warning lamps. അപ്പോൾ മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ഹൈ പ്രഷർ ഉള്ള സിലിണ്ടറുകളാണ്. രണ്ട് സൈഡുകളുണ്ട്, രണ്ട് സൈഡുകളും ഒരു സൈഡ് മറ്റൊരു സൈഡിലേക്ക് കണക്റ്റഡ് ആണ്. ദെൻ മറ്റൊന്നിലോട്ട് നമ്മൾ കണക്റ്റഡ് ചെയ്തിരിക്കുന്നു. കൂടാതെ ഒരു പ്രൈമറി സെക്കൻഡറി പ്രഷർ റെഗുലേറ്റർ മുന്നറിയിപ്പുകൾ ഉള്ളത്. പ്രൈമറി ആയിട്ടും സെക്കൻഡറി ആയിട്ടും അലാംസുകളൊക്കെ ഇല്ലേ, അതായത് ബീപ്പ് സൗണ്ട് ഒക്കെ എടുക്കില്ലേ, അതായത് പ്രഷർ കൂടെയാണെങ്കിലും അങ്ങനെയുള്ള കുറച്ച് റെഗുലേഷൻസുകളും വെച്ചിട്ടുണ്ട്. ദെൻ വാർണിംഗ് ലാംസുകൾ, അതായത് വാർണിംഗ് ലൈറ്റുകളൊക്കെ ഇതിന്റെ ഒപ്പം തന്നെ മാനിഫോൾഡ് സിസ്റ്റത്തിൽ വെച്ചിരിക്കുന്നു. ഓക്കെ, ഇതാണ് മാനിഫോൾഡ് സിസ്റ്റം. ഒന്ന് അണ്ടർലൈൻ ചെയ്യാം, എക്സാമിന് ചോദിക്കാറുണ്ട്. മാനിഫോൾഡ് സിസ്റ്റം ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഇറ്റ് കണ്ടെയ്ൻസ് ഹൈ പ്രഷർ സിലിണ്ടർ ഓൺ ടു ബാങ്ക്സ്. One is backup to other. Okay. ക്ലിയർ ആയോ മാനിഫോൾഡ് സിസ്റ്റം? ക്ലാസ്സിന് ശേഷം ടീച്ചർ ലാസ്റ്റ് പിക്ചർ ഒന്ന് കാണിച്ചു തരാം. ഇത് നമുക്ക് കുറച്ചും കൂടി വിശദീകരിച്ച് പറയാം. ഓക്കെ, മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വലിയ സിലിണ്ടറുകളാണ്, രണ്ട് സൈഡ് ഉണ്ട്, ഒന്ന് മറ്റൊന്നും കണക്റ്റഡ് ആണ്. പേഷ്യൻസിലോട്ട്, അതായത് ഓരോ റൂമിലോട്ടും നമുക്കറിയാലോ, ഇപ്പോ എമർജൻസി റൂമിലോട്ടായിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്താ കാഷ്വാലിറ്റിയിലും എല്ലായിടത്തും പേഷ്യൻസ് കിടക്കുന്ന റൂമുകളിലും വാർഡുകളിലും എല്ലായിടത്തും ഓക്സിജൻ എത്തിയിട്ടുണ്ട്. അതായത് പൈപ്പ് ലൈൻ വഴി ഓക്സിജൻ കണക്റ്റഡ് ആണ്. അങ്ങനെ കണക്ട് ചെയ്യുന്ന ആ ഒരു സ്രോതസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത്. കണക്ട് ചെയ്യുന്ന സ്രോതസ്സുകൾ. ഓക്കെ, പിക്ചർ കാണിച്ചു തരാം കേട്ടോ, ലാസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, സോഴ്സസ് ആൻഡ് മാനിഫോൾഡ് സിസ്റ്റം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ, രണ്ടും ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. സോഴ്സസ്, മാനിഫോൾഡ് സിസ്റ്റം. കംപ്ലീറ്റ് ചെയ്തോ? സോഴ്സസ് ആൻഡ് മാനിഫോൾഡ് സിസ്റ്റം. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് രണ്ടാമത്തെ കോമ്പോണൻസ് ആണ്. അപ്പൊ സോഴ്സസ് ആണ് ഫസ്റ്റ് കോമ്പോണൻസ്, അതിൽ വരുന്നതാണ് മാനിഫോൾഡ് സിസ്റ്റം. നെക്സ്റ്റ് വൺ പൈപ്പിംഗ് നെറ്റ്വർക്ക്സ് നോക്കാം. മെഡിക്കൽ ഗ്യാസസ് ആൻഡ് vacuum are distributed through the pipeline distribution system to provide gas or vacuum at the end point or terminal units. അതായത് നമുക്കറിയാം പൈപ്പ് ലൈനുകൾ വഴിയാണ് മെഡിക്കൽ ഗ്യാസ്. ടു ടാങ്ക്സ് ആണോ ബാങ്ക്സ് ആണോ? ബാങ്ക്സ് രണ്ട് സൈഡുകൾ എന്നുള്ള ഒരു മീനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സൈഡുകളാണ്, ടാങ്ക്സ് ആണോ ഡൗട്ട് ഉണ്ട്. ഓക്കെ, ടീച്ചർ അതൊന്ന് ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് ഒന്ന് റെഫർ ചെയ്തിട്ട് പറയാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്ന് റെഫർ ചെയ്യാം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലെ കറക്ഷൻ ഉണ്ടെങ്കിൽ ക്ലിയർ ആക്കി തരാം. ഓക്കെ, രണ്ട് സൈഡുകളിൽ നിന്നും കണക്റ്റഡ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ടാങ്കുകൾ വരില്ല, ബാങ്ക്സ് മീൻസ് വശങ്ങളിൽ തന്നെയായിരിക്കും കേട്ടോ. Then pipeline network നോക്കാം. Medical gases and vacuum are distributed through the pipeline distribution. അല്ലേ, അതായത് പേഷ്യൻസിലോട്ട് മെഡിക്കൽ ഗ്യാസും അതുപോലെ തന്നെ വാക്യൂം ഒക്കെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് പൈപ്പ് ലൈനുകളിലൂടെയാണ്. നമുക്ക് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഈ മെഡിക്കൽ ഗ്യാസ്, അതായത് ഓക്സിജന്റെ ഒക്കെ ഒരു സിലിണ്ടർ കണ്ടിട്ടുണ്ടാകും. സിലിണ്ടർ അല്ല, നമുക്ക് ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു നമ്മൾ പിക്ചറിൽ കണ്ടിരുന്നു, ഫസ്റ്റ് കണ്ടിരുന്നോ? എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും.
അതുപോലെ തന്നെ റൂമുകളില് വാർഡിലൊക്കെ കിടക്കുകയാണെങ്കിൽ ഈ ഓക്സിജൻ ലഭിക്കുന്ന ഒരു പ്ലഗ് പോലെ ഒരു സംഭവം ഉണ്ടാകും. ഈ നമ്മളുടെ ഭിത്തിയോട് നമ്മുടെ ചുമരിൽ തന്നെ ഒരു റെഗുലേറ്റർ പോലെ കണ്ടിട്ടുണ്ടാവില്ലേ? അപ്പൊ ഇതെല്ലാം പൈപ്പ് ലൈൻ വഴിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. Then അതുപോലെ തന്നെ വാക്വം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞില്ലേ, സക്ഷൻ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞത്, ഇതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് പൈപ്പ് ലൈനിൽ കൂടിയാണ്. എൻഡ് പോയിന്റ് ഓർ ടെർമിനൽ യൂണിറ്റ്സ്, അതായത് ടെർമിനൽ ഓരോ യൂണിറ്റ്സിലോട്ടൊക്കെ എത്തിക്കുന്നത് പൈപ്പ് ലൈൻ ഡിസ്ട്രിബ്യൂഷൻ വഴിയാണ്. The terminal unit may be either wall mounted or pendant mounted. അതായത് ഈ മെഡിക്കൽ ഗ്യാസ് രണ്ട് ടൈപ്പിൽ പേഷ്യൻസിലോട്ട് എത്തിക്കുന്നത്. അതായത് ഒന്ന് വാൾ മൗണ്ടഡ് ടൈപ്പ് ഉണ്ടാവും, പെൻഡന്റ് മൗണ്ടഡ് ടൈപ്പ് ഉണ്ടാവും. വാൾ മൗണ്ടഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുള്ള നോർമലി ഭിത്തിയോട് ചേർന്നിട്ടായിരിക്കും ഈ പ്ലഗ് പോലത്തെ സംഭവം വെച്ചിരിക്കുന്നത്. അതിൽ നിന്നുമാണ് നമുക്ക് മാസ്ക് ഒക്കെ വെച്ചിട്ട് ഓക്സിജൻ, നമ്മളിപ്പോ ഓക്സിജൻ സിലിണ്ടർ ഒക്കെ വെക്കുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും. എമർജൻസിയിലും നമ്മൾ നോർമലി കണ്ടിരിക്കുന്നത് ഇതാണ് വാൾ മൗണ്ടഡ്. നമ്മൾ വാൾ ഭിത്തിയോട് ചേർന്നിട്ടാണ് വെച്ചിരിക്കുന്നത്. നമ്മളുടെ സ്വിച്ച് ബോർഡ് ഒക്കെ പോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടാകും ഇല്ലേ? സ്വിച്ച് ബോർഡ് ഒക്കെ തന്നെയല്ലേ കണ്ടിട്ടുള്ളവരുണ്ടോ? റെസ്പോൺസ് ഒന്നും ഇല്ല എല്ലാവരും. യെസ്, ഓക്കെ. ഇതാണ് വാൾ മൗണ്ടഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. പെൻഡന്റ് മൗണ്ടഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ടൈപ്പ് ഇങ്ങനെ തൂക്കിയിടുന്ന ടൈപ്പ്, അതായത് മെയിൻ ആയിട്ട് എനിക്ക് തോന്നുന്നു ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെയാണ് ഈ പെൻഡന്റ് മൗണ്ടഡ് കാണുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ എപ്പോഴെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. പെൻഡന്റ് മൗണ്ടഡ് മെഡിക്കൽ ഗ്യാസ് ഉണ്ട്. അതായത് ഈ വാൾ മൗണ്ടഡ് അല്ല. ഇപ്പൊ ഒരു ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒന്നിലധികം ചിലപ്പോ ഒന്നോ രണ്ടോ പേഷ്യൻസ് ഒക്കെ കിടക്കിലുണ്ടാകും. അപ്പൊ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് മെഡിക്കൽ ഗ്യാസ് നമുക്ക് ആ പേഷ്യൻസിലോട്ട് എത്തിക്കാം. ഓക്കെ, വാൾ മൗണ്ടഡ് എന്ന് പറഞ്ഞാൽ അത് ഭിത്തിയില് നമ്മളുടെ സ്വിച്ച് പ്ലഗ് പോലെ തന്നെയാണ്. അത് ഒരുപാട് നീക്കി കൊണ്ടുപോകാനൊന്നും പറ്റില്ല. ആ പേഷ്യൻസ് അവിടെ കിടക്കുന്ന ആ ഒരു കട്ടില് ആ ഒരു ബെഡിന് നേരെ തന്നെയായിരിക്കും. പക്ഷെ പെൻഡന്റ് മൗണ്ടഡ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫാനൊക്കെ നമ്മൾ തൂക്കിയിടില്ലേ, ആ ഒരു ടൈപ്പാണ് പെൻഡന്റ് മൗണ്ട്. അതായത് നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ഉപയോഗിക്കുന്നു. ഒന്നോ രണ്ടോ പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് കണക്ട് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് അടുത്ത പേഷ്യൻസിലോട്ടൊക്കെ എത്തിക്കാൻ പറ്റും. വാൾ മൗണ്ടഡ് ആണെങ്കിൽ അത് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, നമുക്ക് റൊട്ടേറ്റ് ചെയ്യിക്കാൻ പറ്റില്ല. ഓക്കെ, ടു ടൈപ്സ് ആണ്, വാൾ മൗണ്ടഡ് ഉണ്ട്, പെൻഡന്റ് മൗണ്ടഡ് ഉണ്ട്. ക്ലിയർ ആയോ? വാൾ മൗണ്ടഡ് ആണ്, പെൻഡന്റ് മൗണ്ടഡ് എന്താണെന്ന് ക്ലിയർ ആണോ? ഓക്കെ, ഈ ഒരു സെക്ഷനെ കുറച്ച് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല, കുറച്ച് കാരണം നിങ്ങൾ കൂടുതലായിട്ട് കേൾക്കാത്തൊരു കാര്യമാണ് അല്ലേ? അപ്പോ കുറച്ച് ശ്രദ്ധയോട് കൂടി തന്നെ ഇരിക്കുക. ടീച്ചർ കാണിച്ചു തരാം, ടീച്ചർക്ക് കുറച്ചും കൂടി ക്ലാരിഫിക്കേഷൻ കിട്ടും. ഓക്കെ, ചെറിയൊരു കുറച്ച് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു സെക്ഷൻ ആണത്. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് മാക്സിമം സിമ്പിൾ ആയിട്ട് പഠിക്കാം. ഓക്കെ, ഇപ്പൊ പൈപ്പിംഗ് നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് പൈപ്പ് ലൈൻ വഴി പേഷ്യൻസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. ടു ടൈപ്സ് ഉണ്ട്, വാൾ മൗണ്ടഡ് ഉണ്ട്, അതുപോലെ പെൻഡന്റ് മൗണ്ടഡ് ഉണ്ട്. Then high quality copper should be used to make pipes. അണ്ടർലൈൻ ചെയ്യാം, എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട് ഏത് മെറ്റൽ കൊണ്ടാണ് ഈ മെഡിക്കൽ ഗ്യാസിന്റെ പൈപ്പ് ലൈൻ നിർമ്മിച്ചിരിക്കുന്നത്. ഹൈ ക്വാളിറ്റി കോപ്പർ കൊണ്ടാണ് പൈപ്പ് ലൈൻ നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, അണ്ടർലൈൻ ചെയ്യാം, ഹൈ ക്വാളിറ്റി കോപ്പർ. Moreover, pipes should be protected against physical damage and corruption and color coded in keeping with the gas content. Okay, അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഹൈ ക്വാളിറ്റി കോപ്പർ യൂസ് ചെയ്യുന്നത്? ഫിസിക്കൽ ഡാമേജസ് ഒന്നും ഉണ്ടാവാതിരിക്കാനും അതുപോലെ തന്നെ തുരുമ്പൊക്കെ പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈ ക്വാളിറ്റി കോപ്പർ ഉപയോഗിച്ചിട്ടുള്ള പൈപ്പ് ലൈൻ ഉപയോഗിക്കുന്നത്. ദെൻ ഓരോ മെഡിക്കൽ ഗ്യാസിലും കളർ കോഡൊക്കെ വെച്ചിട്ടുണ്ടാകും. ഓക്കെ, ഇത്രയുമാണ് പൈപ്പിംഗ് നെറ്റ്വർക്സിൽ വരുന്നത്. രണ്ട് കാര്യങ്ങൾ ഓർക്കുക, വാൾ മൗണ്ടഡ്, പെൻഡന്റ് മൗണ്ടഡ്, ദെൻ ഹൈ ക്വാളിറ്റി കോപ്പർ. ഓക്കെ, അണ്ടർലൈൻ ചെയ്തോ ഹൈ ക്വാളിറ്റി കോപ്പർ? ഓക്കെ, ഇനി മൂന്നാമതായിട്ട് പറയുന്ന കോമ്പോണൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാൽവ്. വാൽവ് നമ്മുടെ വീട്ടിൽ എല്ലാവരും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. There are two types of valves. രണ്ട് ടൈപ്പ് വാൽവുകളാണ് നമ്മുടെ മെഡിക്കൽ ഗ്യാസിൽ പറയുന്നത്. സോൺ വാൽവ്സ് ആൻഡ് സർവീസ് വാൽവ്. ഓക്കെ, സോൺ വാൽവ്, സർവീസ് വാൽവ്. Zone valve എന്ന് പറയുന്നത്, zone valves are used to isolated large part of the system. Underline ചെയ്യാം, zone valve are used to isolate large part of the system. Zone valve എന്ന് പറഞ്ഞാൽ large part of the system, അതായത് നമുക്ക് ഒരു ചെറിയൊരു പോർഷൻ അല്ല, അതായത് മെയിൻ വാൽവ് എന്നാണ് സോൺ വാൽവ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ വീട്ടിൽ നിങ്ങൾ പറഞ്ഞു ടാപ്പിനൊക്കെ വാൽവ് ഉണ്ടാവും, അപ്പൊ ഒരു മെയിൻ വാൽവ് ഉണ്ടാവും. മെയിൻ വാൽവ് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തേക്കും വെള്ളം വരില്ല, നമ്മുടെ ബാത്റൂമിലേക്കോ
അല്ലെങ്കിൽ നമ്മുടെ വാഷ് ബേസിനിലേക്കോ മറ്റു പൈപ്പ് കണക്ട് ചെയ്ത് പോയിരിക്കുന്ന ഒരു ഏരിയയിലോട്ട് വെള്ളം വരില്ല. എന്തുകൊണ്ടാണ്? മെയിൻ ടാപ്പ് അല്ലെങ്കിൽ മെയിൻ വാൽവ് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളം കയറോ ഓരോ സെക്ഷനിലോട്ടും? ഇല്ല. മെയിൻ വാൽവ് ആണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെയും പറയുന്നത് സോൺ വാൽവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ വാൽവ് ആണ്. ഓക്കെ, സോൺ വാൽവിന്റെ മുകളിൽ ഒന്ന് മെയിൻ വാൽവ് എന്നൊന്ന് ബ്രാക്കറ്റിൽ എഴുതി വെക്കാം. മെയിൻ വാൽവ്. ഓക്കെ, അപ്പൊ സോൺ വാൽവ് എന്ന് പറഞ്ഞാൽ മെയിൻ വാൽവ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? ലാർജ് പാർട്ട് ഓഫ് ദ സിസ്റ്റം, വലിയ പാർട്ട് ഓഫ് ദ സിസ്റ്റത്തിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് എക്സാമ്പിൾ നോക്കി, റൂം ഫോർ മോഡിഫിക്കേഷൻ ഓർ റിപ്പയർ. റൂംസും മോഡിഫിക്കേഷനും റിപ്പയർ ഒക്കെ ചെയ്യണമെങ്കിൽ മെയിൻ ആയിട്ടുള്ള വാൽവ് നമ്മൾ ക്ലോസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പൊ നമ്മളെ വീട്ടിൽ തന്നെ ഇപ്പൊ ഏതെങ്കിലും നിങ്ങൾ ടാപ്പിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ആ മൊത്തത്തിൽ നമ്മൾ വാൽവ് ക്ലോസ് ചെയ്തിട്ട് വേണം പണികൾ ചെയ്യാനായിട്ട്. അങ്ങനെയല്ലേ ചെയ്യാറ്? ചിലപ്പോ ഒരു ദിവസം നമ്മൾ അതിക്ക് മുമ്പ് വെള്ളമൊക്കെ പിടിച്ചു വെക്കും, ദെൻ മെയിൻ ടാപ്പ് ക്ലോസ് ചെയ്യും. മെയിൻ വാൽവ് ക്ലോസ് ചെയ്തിട്ടാണ് റിപ്പയറിങ് മറ്റും പണികൾ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? സോൺ വാൽവ് എന്താണെന്ന് സെയിം ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. മെയിൻ വാൽവ് ആണ്. റൂമും മറ്റും റിപ്പയർമെന്റോ അങ്ങനെ എന്തെങ്കിലും പ്രോസസ് ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? മെയിൻ വാൽവ് അങ്ങോട്ട് ക്ലോസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, beside salt valves are installed on corridor walls and should be labeled to indicate the room that they control. അതായത് ഇനി ഇപ്പൊ സോൺ വാൽവ് എന്ന് പറഞ്ഞാൽ മെയിൻ വാൽവ് ആണ്. നമ്മൾ മോഡിഫിക്കേഷൻ ഒക്കെ വേണ്ടിയിട്ട് ഈ മെയിൻ വാൽവ് ആണ് ക്ലോസ് ചെയ്തത്. ഇനി സോൺ വാൽവ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് കോറിഡോർസ് വാൾസിലാണ്. കോറിഡോർ വാൾ എന്ന് പറഞ്ഞാൽ ഇടനാഴികളൊക്കെ ഉണ്ടാവില്ലേ? കോറിഡോർസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, മെയിൻ ആയിട്ടുള്ള ഇടനാഴികൾക്കിടയിലൊക്കെ ആയിരിക്കും ആ ഒരു വാളിലാണ് നമ്മുടെ സോൺ വാൽവ് കണക്ട് ചെയ്തിരിക്കുന്നത്, വാൽവുകൾ വെച്ചിരിക്കുന്നത്. ദെൻ ഫർദർ മോർ സർവീസ് വാൽവ്. ഇനി അടുത്തത് സർവീസ് വാൽവ് ആണ് പറയുന്നത്. സർവീസ് വാൽവ് ആർ യൂസ്ഡ് ടു ഐസൊലേറ്റ് സർട്ടൻ പാർട്ട് ഓഫ് ദ സിസ്റ്റം. ചെറിയ വാൽവാണ്, അതായത് ഒരു സെക്ഷനിലോട്ട് മാത്രം പോയിരിക്കുന്ന വാൽവ്. അത് ക്ലോസ് ചെയ്താൽ ആ ഒരു സെക്ഷൻ മാത്രം ക്ലോസ് ആവും, അങ്ങോട്ട് മെഡിക്കൽ ഗ്യാസ് കിട്ടില്ല. നമ്മളുടെ വീട്ടില് പൈപ്പിലെ വെള്ളം അല്ലെ, ചെറിയ വാൽവ് ഉണ്ടാവും. മെയിൻ വാൽവ് കൂട്ടിയാല് നമുക്കൊന്നും വെള്ളം വരില്ല. പിന്നെ ഓരോ സെക്ഷനിലോട്ടും ചിലപ്പോൾ വാൽവ് ഉണ്ടാകും ഇല്ലേ? അപ്പൊ ആ വാൽവ് ക്ലോസ് ചെയ്താൽ അങ്ങടേക്കുള്ള വെള്ളം മാത്രം അവിടെ എന്താ വരില്ല. അപ്പൊ ഇവിടെ പറയുന്നത് സർവീസ് വാൽവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെപ്പറേറ്റ് ആയിട്ടുള്ള ചെറിയ വാൽവാണ്. സെർട്ടൈൻ പാർട്സിന് മാത്രം നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്യാനോ അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാനോ ഒക്കെ ആണെങ്കിൽ ആ സോൺ സർവീസ് വാൽവ് ഒന്ന് ക്ലോസ് ചെയ്താൽ മതി. എല്ലാം ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, therefore they are accessible by clinical staff. ഇപ്പൊ ക്ലിനിക്കൽ സ്റ്റാഫിന് ഇത് ആക്സസബിൾ ആണെന്ന്. എങ്ങനെയാണെന്ന് ചെയ്യേണ്ടത്, സോൺ വാൽവ് ക്ലോസ് ചെയ്യേണ്ടതും അല്ലെങ്കിൽ സർവീസ് വാൽവ് ഒക്കെ അവർക്ക് അറിയാതെ ക്ലിനിക്കൽ സ്റ്റാഫുകളാണ് അത് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? വാൽവ്സ് ഒന്നും കൂടി പറയാം, ശ്രദ്ധിക്കാം. വാൽവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ടൈപ്പ് വാൽവ്സിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. സോൺ വാൽവും ദെൻ സർവീസ് വാൽവും. സോൺ വാൽവ് എന്ന് പറഞ്ഞാൽ മെയിൻ വാൽവ് ആണ്. ഇപ്പൊ നമ്മളുടെ വീട്ടിലൊക്കെ പൈപ്പിന്റെ ഒക്കെ ടാപ്പിന്റെ ഒക്കെ വാൽവ് പോലെ തന്നെ മെയിൻ വാൽവ്. മെയിൻ വാൽവ് ആണ് നമ്മൾ റൂംസ് മോഡിഫിക്കേഷൻ ചെയ്യാനോ റിപ്പയർ ഒക്കെ ചെയ്യാനാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഈ മെഡിക്കൽ ഗ്യാസിന്റെ മെയിൻ വാൽവ് ക്ലോസ് ചെയ്യുന്നു, എന്നിട്ടാണ് അവിടെ നമ്മൾ വർക്കുകൾ ചെയ്യുന്നത്. സർവീസ് വാൽവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെർട്ടൈൻ പാർട്സ്, ചില ഏരിയകൾ മാത്രം ക്ലോസ് ചെയ്യുന്നത്. അതായത് ടോട്ടൽ ആയിട്ട് നമ്മൾ മൊത്തത്തിൽ ക്ലോസ് ചെയ്യാതെ തന്നെ ഒരു ചെറിയൊരു സെക്ഷൻ എന്തെങ്കിലും മോഡിഫിക്കേഷനും മറ്റും ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ സർവീസ് വാൽവ് മാത്രം ക്ലോസ് ചെയ്താൽ മതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ വാൽവ്സിൽ പഠിക്കാനായിട്ട്. ക്ലിയർ ആണോ? വാൽവ്സ് രണ്ട് വാൽവുകളെ കുറിച്ച് മാത്രമാണ് പ്രത്യേകം പറയുന്നുള്ളൂ. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പഠിക്കാനില്ല. സോൺ വാൽവും ദെൻ സർവീസ് വാൽവും. ഓക്കെ, ഇത് കുറച്ച് ഇച്ചിരി നിങ്ങൾക്ക് എന്താ പറയാ മനസ്സിലാക്കാൻ ഇച്ചിരി ടഫുള്ള ഏരിയയാണ്. അതുകൊണ്ട് ആ പിക്ചർ മാക്സിമം ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. എവിടെയെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കണം. പിക്ചർ ഞാൻ കാണിച്ചു തരാം. കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടും. ഓക്കെ, ദെൻ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. പൈപ്പിംഗ് നെറ്റ്വർക്ക്സ് വായിക്കാം, വാൽവുകൾ വായിക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, അത് മാത്രം ഒന്ന് പഠിച്ചു പോകാം.
കൊറേഷൻ എന്ന് വെച്ചാൽ തുരുമ്പൊക്കെ പിടിക്കില്ലേ, പൈപ്പൊക്കെ തുരുമ്പ് പിടിക്കില്ലേ, ഇപ്പോ മഴയത്തും വെയിലത്തൊക്കെ കണ്ട തുരുമ്പൊക്കെ പിടിക്കുന്നത്. അപ്പൊ അങ്ങനെയൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈ ക്വാളിറ്റി കോപ്പർ തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് പെട്ടെന്ന് ഡാമേജ് ഒന്നും സംഭവിക്കില്ല. കുറച്ചുകൂടി ക്വാളിറ്റി കൂടുതലുള്ളതാണ് കോപ്പർ. ഓക്കെ, എക്സാമിന് എപ്പോഴും പ്രീവിയസ്ലി കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പൈപ്പ് ലൈൻ, മെഡിക്കൽ ഗ്യാസ് പൈപ്പ് ലൈൻ ഉപയോഗിക്കുന്ന മെറ്റൽ ഏതാണെന്ന്. ഓക്കെ, പഠിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ്. കോപ്പർ ഓർത്തിരിക്കും. കംപ്ലീറ്റ് ചെയ്തോ? Piping networks and valves. Okay, ആണോ? The next one, warning and alarm systems. It is the function of warning and alarm systems to give information for responsible staff about the whole plant in case of failure, detection or change requirements. Look up. Warning and alarm systems. അതായത് നമ്മള് ഈ ഒരു മെഡിക്കൽ ഗ്യാസിൽ വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റം കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഗിവ് ഇൻഫോർമേഷൻ ഫോർ റെസ്പോൺസിബിൾ സ്റ്റാഫ്. അതിന്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള സ്റ്റാഫിന് ഇൻഫോർമേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാർണിംഗ് അലാം സിസ്റ്റംസ് വെക്കുന്നത്. ഈ വാർണിംഗ് അലാം സിസ്റ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ വരുന്ന മെഡിക്കൽ ഗ്യാസില് പൈപ്പ് ലൈനില് എന്തെങ്കിലും ലീക്കേജസുകളോ അല്ലെങ്കിൽ പ്രഷറിലുള്ള വേരിയേഷൻസോ, ചിലപ്പോൾ പ്രഷറൊക്കെ വേരിയേഷൻസ് ഒക്കെ അത് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട് അല്ലേ? ലീക്കേജ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ട് അപകടങ്ങൾ സാധ്യതയുണ്ട്. സോ അങ്ങനെ എന്തെങ്കിലും ലീക്കേജസുകളോ അല്ലെങ്കിൽ പ്രഷർ വേരിയേഷൻ ഒക്കെ വരുമ്പോൾ നമ്മൾ അതിന് അലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള സ്റ്റാഫുകൾക്ക് ഒരു ഇൻഫോർമേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ അലാംസ് സെറ്റ് ചെയ്യുന്നത്. Then whole plant in case of failure detection. അതായത് ഫെയിലിയർ ആയിട്ട് സംഭവിക്കുന്ന ഡിറ്റക്ഷൻ എന്ന് വെച്ചാൽ അത് എന്താ പറയാ, ഇതുപോലെ ലീക്കേജ് മറ്റൊക്കെ വന്നിട്ട് ഫെയിലിയർ ആയി പോവുകയോ അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ആവശ്യങ്ങൾ, ഇപ്പൊ എന്തെങ്കിലും ചേഞ്ച് ചെയ്യാനോ ഇപ്പൊ റിക്വയർമെന്റ് എന്തെങ്കിലും ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അലാം സിസ്റ്റംസ് വെക്കുന്നത്. Hence there are two main alarm systems. രണ്ട് ടൈപ്പ് അലാംസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് അണ്ടർലൈൻ ചെയ്യാം. മാസ്റ്റർ അലാം ആൻഡ് ഏരിയ അലാംസ്. ഓക്കെ, രണ്ട് ടൈപ്പ് അലാംസ് ആണ് സെറ്റ് ചെയ്യുന്നത്. മാസ്റ്റർ അലാം അതുപോലെ തന്നെ ഏരിയ അലാം. നോക്കാം. മാസ്റ്റർ അലാം മോണിറ്റർ ദ മെയിൻ ഗ്യാസ് ലൈൻ ആൻഡ് സോഴ്സ് കണ്ടീഷൻസ്. അണ്ടർലൈൻ ചെയ്യാം. മാസ്റ്റർ അലാം ചെയ്യുന്നത് മെയിൻ ഗ്യാസ് ലൈനിലും സോഴ്സിലും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ, ലീക്കേജ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ അലാമാണ് മാസ്റ്റർ അലാം മോണിറ്റർ ചെയ്യുന്നത്. ഓക്കെ, മാസ്റ്റർ എന്ന് പറയുന്നത് തന്നെ അറിയാലോ, മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, മാസ്റ്റർ മെയിൻ MM അങ്ങനെ ഒന്ന് കോഡ് വെച്ച് കൊടുത്ത് വെക്കണേ, എക്സാമിന് ചോദിക്കാറുണ്ട്. മാസ്റ്റർ അലാം എന്ന് പറഞ്ഞാൽ മെയിൻ ഗ്യാസ് ലൈനെയാണ് മോണിറ്റർ ചെയ്യുന്നത്. Then area alarm are found on alarm panels and their function is monitor condition specific critical care area. ഏരിയ അലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ചില ക്രിട്ടിക്കൽ ഏരിയയിലെ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, മോണിറ്റർ ചെയ്യുന്നത്. മാസ്റ്റർ എന്ന് പറഞ്ഞാൽ മെയിൻ ഗ്യാസ് ലൈനെയാണ് മോണിറ്റർ ചെയ്യുന്നത്. ഏരിയ അലാം എന്ന് പറയുന്നത് സ്പെസിഫിക് ക്രിട്ടിക്കൽ കെയർ ഏരിയനെ ഫോക്കസ് ചെയ്യും അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യും. ഓക്കെ, ക്ലിയർ ആയോ? രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത്.
മാസ്റ്റർ അലാം ഉണ്ട്, ഏരിയ അലാം ഉണ്ട്. മാസ്റ്റർ അലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ഗ്യാസ് ലൈനിലുള്ള ലീക്കേജസുകളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാകും മോണിറ്റർ ചെയ്യുന്നു. ഏരിയ അലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഏരിയ അലാം മോണിറ്റർ ചെയ്യുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള ക്രിട്ടിക്കൽ ഏരിയയാണ് ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യുന്നത്. ക്ലിയർ ആണോ? മാസ്റ്റർ അലാം ആൻഡ് മോണിറ്റർ അലാം. ഓക്കെ. നെക്സ്റ്റ് വൺ ഔട്ട്ലെറ്റ്സ് ആൻഡ് ഇൻലെറ്റ്സ്. എന്താണ് ഔട്ട്ലെറ്റ്സ് ഇൻലെറ്റ്സ്? നോക്കാം. Outlets are points at which connections can be made to be medical gas piping systems to supply under the pressure while the inlet supply vacuum. Okay. Outlet എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു കണക്ഷൻ പോയിന്റ് ആണ്. ഇവിടെ ബ്രാക്കറ്റിൽ എഴുതി വെക്കിയ കണക്ഷൻ പോയിന്റ്. ഔട്ട്ലെറ്റിന്റെ അവിടെ ബ്രാക്കറ്റിൽ എഴുതി വെക്കുക കണക്ഷൻ പോയിന്റ്. ഓക്കെ. രണ്ടും ഔട്ട്ലെറ്റും ഇൻലെറ്റും കണക്ഷൻ പോയിന്റ്സുകൾ തന്നെയാണ്. ഇൻലെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്ലൈ വാക്യൂം, വാക്യൂത്തിന് സപ്ലൈ ചെയ്തതാണ് ഇൻലെറ്റ്. വാക്യൂം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, നമ്മൾ സക്ഷൻ വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ് ആണ് വാക്യൂം എന്ന് പറയുന്നത്. സോ വാക്യൂത്തിനെയാണ് സപ്ലൈ ചെയ്തത് ഇൻലെറ്റ് ആണ്. അതുപോലെ തന്നെ എന്താണ് മെഡിക്കൽ ഗ്യാസ് പൈപ്പ് ലൈൻ സിസ്റ്റത്തിലെ പോയിന്റ്സുകൾ, അതായത് നമ്മൾ പേഷ്യൻസിന് മെഡിക്കൽ ഗ്യാസ് കൊടുക്കുമല്ലോ, ആ ഒരു കണക്ഷൻ പോയിന്റുകളാണ് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. കണക്ഷൻ പോയിന്റ് ആണ് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. ഇൻലെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്യൂം നമ്മുടെ പേഷ്യന്റിന് സപ്ലൈ ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് ഇൻലെറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. ക്ലിയർ ആണോ? സിമ്പിൾ ആക്കി പറഞ്ഞാണ് കേട്ടത്. മാക്സിമം അത്രയും സിമ്പിൾ ആക്കി നമ്മൾ നോക്കാം. ഔട്ട്ലെറ്റ് എന്ന് പറയുമ്പോൾ കണക്ഷൻ പോയിന്റ് ആണ്, പൈപ്പ് ലൈനിലൂടെ മെഡിക്കൽ ഗ്യാസ് കൊടുക്കുന്ന കണക്ഷൻ. ഇൻലെറ്റ് എന്ന് പറയുന്നത് സപ്ലൈ വാക്യൂം ചെയ്യുന്നത്. ഓക്കെ. വാക്യൂത്തിന് നമ്മൾ കൊടുക്കുന്നത്, പേഷ്യൻസിലോട്ട് എത്തിക്കുന്നത്. ഓക്കെ. ലാസ്റ്റ് വൺ സെക്കൻഡറി എക്യുപ്മെന്റ്. സെക്കൻഡറി എക്യുപ്മെന്റ് ഔട്ട്ലെറ്റിലും ഇൻലെറ്റും വേറെ പ്രത്യേകിച്ച് പോയിന്റ്സ് ഒന്നും ഇല്ല കേട്ടോ. അങ്ങനെ എടുത്ത് ചോദിക്കാറില്ല. അങ്ങനെ ഔട്ട്ലെറ്റ് എന്ന് വെച്ചാൽ കണക്ഷൻ പോയിന്റ് ആണെന്ന് മാത്രം. സെക്കൻഡറി എക്യുപ്മെന്റ്. Pole hoses, gas flow meter, gauge and vacuum regulators are not part of the pipeline system. Pole hoses, hoses എന്ന് വെച്ചാൽ എന്താണ്? ഈ കണക്ഷൻ കൊടുക്കുന്ന ആ ഹോസസുകളൊക്കെ, ആ ഒരു ഹോസസുകള്. അതുപോലെ തന്നെ ഗ്യാസ് ഫ്ലോ മീറ്റർ. എന്താ ഗ്യാസ് ഫ്ലോ മീറ്റർ എന്ന് പറഞ്ഞാല് മെഡിക്കൽ ഗ്യാസിന്റെ ആ ഫ്ലോ അളക്കുന്ന ഒരു മീറ്റർ. then ഗേജ്, ഗേജ് എന്ന് വെച്ചാൽ നമ്മള് എന്താണ് നമ്മള് അളവുകളൊക്കെ നോക്കില്ലേ, അളവുകളാണ് ഗേജ് എന്ന് വെച്ചാൽ എത്രത്തോളം മെഡിക്കൽ ഗ്യാസിൽ പോകുന്നുണ്ട് അളവുകൾ നോക്കുന്ന ഒരു മീറ്റർ ആണ്. then vacuum regulators are not part of the pipeline. hoses എന്ന് പറഞ്ഞാല് കണക്ഷൻ കൊടുക്കുന്ന പോയിന്റുകളാണ് ഹോസസിലെ, അതായത് പൈപ്പ് ലൈൻ തന്നെ കണക്ട് ചെയ്ത് കൊടുക്കില്ലേ ഓരോ ഡിപ്പാർട്ട്മെന്റിലോട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന ആ ഒരു ഹോസസുകള്, ഹോസ് അത് തന്നെ. ഓക്കെ. ഹോസ് എന്ന് മനസ്സിലായില്ലേ? ഹോസ് എന്ന് നമ്മൾ പറയാറല്ലേ, അതായത് കണക്ട് ചെയ്യുന്ന ഓരോ ഹോസുകൾ ഓരോ ഏരിയയിലോട്ട് നമ്മൾ ഇങ്ങനെ പൈപ്പ് ലൈൻ വഴി കൊടുക്കുമല്ലോ, അത്. സോ ഹോൾ ഗ്ലോസ് ഹോസസ്, അതുപോലെ തന്നെ ഫ്ലോ മീറ്റർ, then vacuum regulators, ഇതൊന്നും പൈപ്പ് ലൈനിന്റെ പ്രധാന ഭാഗങ്ങളല്ലാണ്. അതായത് ഇതെല്ലാം സെക്കൻഡറി എക്യുപ്മെന്റ്സുകളാണെന്ന്, മെഡിക്കൽ ഗ്യാസിന്റെ സെക്കൻഡറി എക്യുപ്മെന്റ്സ് ആണ്. Then they can contribute greatly to gas and vacuum consumption. അതായത് സെക്കൻഡറി എക്യുപ്മെന്റ് ആണെങ്കിലും മെഡിക്കൽ ഗ്യാസിൽ അത് കുറച്ചുകൂടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന്. മെഡിക്കൽ ഗ്യാസ് വിതരണം ചെയ്യാനൊക്കെ ഈ പറഞ്ഞ ഹോസസും ഗ്ലാസ് ഫ്ലോ മീറ്ററും ഒക്കെ ഒരു അടിസ്ഥാന ഭാഗമാണെന്ന്. These items should be checked frequently as part of routine inspection procedures. അപ്പോ ഈ ഹോൾ ഹോസസും ഈ ഗ്ലാസ് ഫ്ലോ മീറ്റർ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുമോ, ഇടയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും. വെരിഫിക്കേഷൻ ഒക്കെ ഒന്ന് ചെയ്തിട്ടാണ് ഇടയ്ക്ക് ഒരു റൊട്ടീൻ ഇൻസ്പെക്ഷൻ ഒക്കെ ചെയ്യുന്നു, പരിശോധനകളും നടത്തുന്നു. കാരണം എന്തെങ്കിലും റിപ്പയർ ഒക്കെ ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ ഫ്ലോ മീറ്റർ വർക്ക് ചെയ്യാത്തതൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത്, ഇടയ്ക്ക് ഒന്ന് ചെക്ക് ഒക്കെ ചെയ്യുന്നു. ഓക്കെ. വായിച്ചു നോക്കാം കേട്ടോ. ഔട്ട്ലെറ്റും ഇൻലെറ്റും then സെക്കൻഡറി എക്യുപ്മെന്റ് വായിക്കാം.
സെക്കൻഡറി എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് സെക്കൻഡറി എക്യുപ്മെന്റ്സ് എന്നാണ് ഫസ്റ്റ് പറയുന്നത്. അതൊരു ഓർഡറിലാണ് ആ പോയിന്റ്സ് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ മനസ്സിലാവാത്തത്. നോക്കിയത് നിങ്ങൾ പറയാം ടീച്ചർ. ഹോൾ ഹോസസ്, അതായത് പൈപ്പ് ലൈനുകൾ തന്നെ നമ്മൾ കണക്ഷൻ കൊടുക്കുന്ന ആ ഒരു ഏരിയകളിലെ ഹോസുകൾ, ആ ഹോസ്, അതുപോലെ ഗ്യാസ് ഫ്ലോ മീറ്റർ, ഗേജ് എന്ന് വെച്ചാൽ അളവുകളിൽ നോക്കുന്നതാണ് കേട്ടോ, മീറ്റർ തന്നെയാണ്. ദെൻ വാക്യൂം റെഗുലേറ്റർ, വാക്യത്തിന് നമ്മൾ കൺട്രോൾ ചെയ്യുന്ന റെഗുലേറ്റർ. ഇതെല്ലാം പൈപ്പ് ലൈൻ സിസ്റ്റത്തിന്റെ സെക്കൻഡറി പാർട്ടാണ്. ഓക്കെ, നോട്ട് പാർട്ട് ഓഫ് ദ പൈപ്പ് ലൈൻ. പൈപ്പ് ലൈനിന്റെ മെയിൻ പാർട്ട് അല്ല, മറിച്ച് സെക്കൻഡറി പാർട്ടുകളാണ്, സെക്കൻഡറി എക്യുപ്മെന്റ് ആണ്. പക്ഷേ they can contribute greatly to gas. മെഡിക്കൽ ഗ്യാസ് വിതരണം ചെയ്യാനായിട്ട് ഇവര് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു റോൾ ഉണ്ടെന്ന്. സെക്കൻഡറി എക്യുപ്മെന്റ് ആണെങ്കിലും അവരുടെ റോൾ അവിടെ ഇമ്പോർട്ടന്റ് ആണെന്ന് മെഡിക്കൽ ഗ്യാസിൽ. ദെൻ ഈ പറഞ്ഞ ഹോസസും ഗ്യാസ് ഫ്ലോ മീറ്ററും ഇതെല്ലാം ഒരു റൊട്ടീൻ ഇൻസ്പെക്ഷൻ, പരിശോധനയൊക്കെ ചെയ്യുന്ന ഇടയ്ക്ക് എന്തെങ്കിലും വർക്ക് മീൻസ് നല്ല കണ്ടീഷൻ ആണോ, വർക്കിംഗ് കണ്ടീഷൻ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നു. ക്ലിയർ ആയോ? സെക്കൻഡറി എക്യുപ്മെന്റ് സെന്റൻസ് കറക്റ്റ് ആയിട്ടല്ല, കുറച്ച് വളച്ചൊടിച്ചാണ് തന്നിരിക്കുന്നത് അവിടെ. ക്ലിയർ ആയോ? ഡൗട്ട് ചോദിച്ചവർക്ക് ഓക്കെയാണോ? ഓക്കെ, സെന്റൻസ് കുറച്ച് വളച്ചൊടിച്ച് തന്നിരിക്കുകയാണ്, ഡയറക്റ്റ് ആയിട്ടല്ല. ഓക്കെ, ആ ഒരു സെക്ഷൻ മാത്രമേ ഉള്ളൂ കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സെക്ഷൻ. ബാക്കി ഈ സെക്ഷൻ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒന്നുകൂടെ പറയണോ? അതായത് ഹോസസും ഗ്യാസ് ഫ്ലോ മീറ്ററും ഇതെല്ലാം സെക്കൻഡറി എക്യുപ്മെന്റ് ആണ്. ഒരു മെഡിക്കൽ ഗ്യാസിന്റെ സെക്കൻഡറി എക്യുപ്മെന്റ് ആണ്. എങ്കിലും മെഡിക്കൽ ഗ്യാസ് വിതരണം ചെയ്യുന്നതിൽ ഇവരും കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ദെൻ ഈ മെഡിക്കൽ ഗ്യാസ് ഫ്ലോ മീറ്ററും ഇവയെല്ലാം വർക്കിംഗ് കണ്ടീഷൻ ആണോ എന്ന് ഇടയ്ക്ക് ഒരു റൊട്ടീൻ ഇൻസ്പെക്ഷൻസ്, പരിശോധനയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്തെങ്കിലും ബാറ്ററി ഒക്കെ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ വർക്കിംഗ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നു. കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. ഈ ഹോസ്പിറ്റലുകളിൽ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് മൂന്നായിട്ടാണ് തന്നിരിക്കുന്നത്. അതായത് പേഷ്യൻസിനുള്ള അഡ്വാൻറ്റേജസ്, ഹോസ്പിറ്റൽ സ്റ്റേറ്റിനുള്ള അഡ്വാൻറ്റേജസ്, ദെൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിനുള്ള അഡ്വാൻറ്റേജസ്. ഓക്കെ, മൂന്ന് അഡ്വാൻറ്റേജസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. ഫസ്റ്റ് വൺ ഫോർ പേഷ്യൻസ്. പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് എന്ന്, മെഡിക്കൽ ഗ്യാസ് കൊണ്ടുള്ള ഗുണം എന്തൊക്കെയാണ് നോക്കാം. There will be no disturbing sight of oxygen cylinder at the bedside എന്നാക്കാം കേട്ടോ. സെയിലല്ല, സൈഡ് എന്നാക്കാം. സെയിൽ എന്നാണോ ടെക്സ്റ്റ് നിങ്ങളുടെ ക്ലിയർ ആയിട്ടാണോ? ടെക്സ്റ്റിൽ സൈഡ് എന്നാണോ ഫസ്റ്റ് പോയിന്റില്? ബെഡ് സൈഡ് എന്ന് തന്നെയാണോ? സെയിൽ എന്നാണോ കിടക്കുന്നത്? SALE എന്നാണോ? ഓക്കെ, സൈഡ് എന്നാക്കാം കേട്ടോ. ബെഡ് സൈഡ്. ഓക്കെ, സൈഡ് എന്നാക്കാം കേട്ടോ. സൈഡ് എന്നാക്കിയോ? SIDE. ഓക്കെ, there will be no disturbing sight. അതായത് പേഷ്യന്റ് കിടക്കുമ്പോഴേ, ഇപ്പൊ നമുക്കറിയാം സെൻട്രലൈസ്ഡ് ആകുമ്പോൾ പൈപ്പ് ലൈൻ വഴിയാണ്
അപ്പൊ നമ്മളുടെ അടുത്ത് മറ്റേത് ഓക്സിജൻ സിലിണ്ടർ, ഇപ്പൊ പേഷ്യന്റ് ബെഡിൽ കിടക്കേണ്ടത്, അപ്പൊ ബെഡിന്റെ സൈഡിലാണ് ഈ ഓക്സിജൻ സിലിണ്ടർ വെക്കുന്നത്. അപ്പൊ കാഴ്ചയ്ക്ക് ഒരു ഭംഗിയാണ്, ഭംഗിയതല്ല ഒരു ഡിസ്റ്റർബിംഗ് ആണ് അല്ലെ, നമ്മൾ കിടക്കുന്നതിന് തൊട്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഈ സിലിണ്ടർ ഇങ്ങനെ വെക്കുമ്പോൾ ഇല്ലേ. അപ്പൊ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും നമുക്കൊരു അഡ്വാൻറ്റേജസ് ആണെന്ന് ഇല്ലേ. മെഡിക്കൽ ഇതിപ്പോ നമ്മള് സൈഡിൽ സിലിണ്ടർ ഒന്നും വെക്കുന്നില്ല, പൈപ്പ് ലൈൻ വഴിയാണ് ഡയറക്റ്റ് നമുക്ക് കണക്ഷൻ കിട്ടിയാണ് പൈപ്പ് ലൈൻ വഴി ഇല്ലേ. അപ്പൊ നമുക്ക് ആ ഒരു ഡിസ്റ്റർബൻസിനെ നമുക്ക് ഒഴിവാക്കാവുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഫസ്റ്റ് അഡ്വാൻറ്റേജസ് ഈ സൈഡില് നമ്മൾ കിടക്കുന്ന പേഷ്യന്റ് കിടക്കുന്ന ബെഡിന്റെ സൈഡില് എന്താ ഈ മെഡിക്കൽ ഗ്യാസ് സിലിണ്ടർ കൊണ്ട് വെക്കുന്നതിന് ഒഴിവാക്കാവുന്നത്. ഇതൊരു ഡിസ്റ്റർബിംഗ് ആണല്ലോ. അപ്പൊ പൈപ്പ് ലൈൻ ആകുമ്പോൾ അങ്ങനെ ഒരു സൈറ്റ് നമുക്ക് കിട്ടുന്നില്ല. ഓക്കെ, സെക്കൻഡ് വൺ, elimination of annoying noise from the movement of cylinder in around the hospital. Annoying sound എന്ന് വെച്ചാൽ എന്താണ്? annoying noise അതായത് ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള നോയ്സ്. സിലിണ്ടർ ആകുമ്പോൾ അത് വലിക്കുമ്പോഴും നീക്കുമ്പോഴൊക്കെ ഭയങ്കര സൗണ്ട്സ് ഒക്കെ ഉണ്ടാവും, ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള സൗണ്ട്സ് ഒക്കെ ഉണ്ടാവും. അതിനെല്ലാം നമുക്ക് ഒഴിവാക്കാണ്. സിലിണ്ടർ നമ്മൾ വലിച്ചു നീക്കുമ്പോഴും സിലിണ്ടർ വർക്ക് ചെയ്യുമ്പോഴേക്ക് അതിനൊരു സൗണ്ട് ഒക്കെ വരുമല്ലോ. അപ്പൊ അതിലേക്ക് നമുക്ക് പൈപ്പ് ലൈൻ ആകുമ്പോൾ അങ്ങനെയുള്ള സൗണ്ട്സ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. മൂന്നാമത്തെ പോയിന്റ്, പ്രൊട്ടക്ഷൻ ഓഫ് സ്റ്റെറൈൽ ഏരിയ ഫ്രം കണ്ടാമിനേഷൻ ഡ്യൂ ടു ദ യൂസ് ആൻഡ് മൂവ്മെന്റ്സ് ഓഫ് സിലിണ്ടേഴ്സ്. അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള സ്റ്റെറൈൽഡ് ആയിട്ടുള്ള ഏരിയയില് ഈ പറഞ്ഞ സിലിണ്ടർ ഒക്കെ കൊണ്ടുവരുമ്പോൾ അവിടെ ചിലപ്പോൾ മലിനപ്പെടാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ സിലിണ്ടർ നീക്കുമ്പോഴൊക്കെ വല്ല ലീക്കേജ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ എല്ലാം എന്താണ് കണ്ടാമിനേഷൻ, മലിനീകരണം സംഭവിക്കാം. അപ്പൊ പൈപ്പ് ലൈൻ ആകുമ്പോൾ നമുക്ക് അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല. ഇത് സിലിണ്ടർ നീക്കി വലിച്ചിഴക്കി ഒന്നും വേണ്ട അല്ലെ. നാലാമത്തത്, constant and clean supply of at required location. ആവശ്യമുള്ള സ്ഥലത്തേക്ക് കറക്റ്റ് ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള മെഡിക്കൽ ഗ്യാസ് വിതരണം ചെയ്യുന്നു. ഓക്കെ, ഇത്രയുമാണ് പേഷ്യൻസിന് ഉള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അതായത് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം കൊണ്ട് പേഷ്യന്റിനുള്ള അഡ്വാൻറ്റേജസുകൾ. ക്ലിയർ ആണോ? 4 പോയിന്റുകളാണ്. ഒന്നാമത് നമ്മൾ പറഞ്ഞത് സിലിണ്ടറിന്റെ ഒരു അഭാവം, നമ്മൾ ഒരു ഡിസ്റ്റർബ് ചെയ്യുന്നത് ഒഴിവാക്കാം. രണ്ടാമതായിട്ട് പറയുന്നത് അനോയിങ് നോയ്സ് അല്ലെ, അതായത് ഡിസ്റ്റർബിംഗ് ഉണ്ടാക്കുന്ന സൗണ്ടുകൾ ഒഴിവാക്കാം. മൂന്നാമതായിട്ട് പറയുന്നത് മലിനീകരണത്തിന് ഒഴിവാക്കാം. നാലാമത് റിക്വയർഡ് ലൊക്കേഷൻസിലോട്ട് കറക്റ്റ് അളവിലുള്ള സപ്ലൈ, ക്ലീൻ ആയിട്ടുള്ള മെഡിക്കൽ ഗ്യാസ് സപ്ലൈ ചെയ്യുന്നു. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ 4 പോയിന്റ്. ഔട്ട്ലെറ്റും ഇൻലെറ്റും പറഞ്ഞു തരാം കേട്ടോ. ഇപ്പൊ ഒന്ന് വായിച്ചു നോക്കിക്കോൾ പറയാം. കംപ്ലീറ്റ് ചെയ്തോ പേഷ്യൻസിന്റെ അഡ്വാൻറ്റേജസ്? ഓക്കെ, ദെൻ ഔട്ട്ലെറ്റും ഇൻലെറ്റും വീണ്ടും സംശയം ഉണ്ടെന്ന് പറഞ്ഞു. ജസ്റ്റ് ഒരു പ്രാവശ്യം കൂടി പറയാം കേട്ടോ. അപ്പൊ ഇതിനകത്ത് കൂടുതലായിട്ടൊന്നും പഠിക്കാനില്ല. ഔട്ട്ലെറ്റ് എന്ന് പറയുമ്പോൾ കണക്ഷൻ പോയിന്റുകളെയാണ് നമ്മൾ ഔട്ട്ലെറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ,
എഴുതി വെക്കാം കേട്ടോ. സൈഡിൽ വേണമെങ്കിൽ എഴുതി വെച്ചോളൂ. ഔട്ട്ലെറ്റ് നേടിക്കൊണ്ട് ഒരു ഹൈഫൻ ഇട്ടിട്ട് കണക്ഷൻ പോയിന്റ്, അതായത് നമ്മൾ പൈപ്പ് ലൈൻ കൊടുക്കുമല്ലോ ഓരോ ഡിപ്പാർട്ട്മെന്റിലോട്ട് കൊടുക്കുന്ന കണക്ഷൻ പോയിന്റുകൾ, അതിനെയാണ് ഔട്ട്ലെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് കണക്ഷൻ പോയിന്റുകൾ. ഇൻലെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്വം സപ്ലൈ ചെയ്യുന്നതാണ് ഇൻലെറ്റ് വഴി. ഓക്കെ, വാക്വം എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ പറഞ്ഞില്ലേ ഇതിലൊക്കെ നമ്മൾ സെക്ഷൻ ഒക്കെ കൊടുക്കുന്നത്. അപ്പോ ഈ വാക്വം കൊടുക്കുന്നതാണ് ഇൻലെറ്റുകൾ വഴി. ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് കണക്ഷൻ പോയിന്റുകൾ. ആ രണ്ട് കാര്യങ്ങൾ മാത്രം അവിടെ പറയുന്നുള്ളൂ. ഒരുപാട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കണ്ട. ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. ക്ലിയർ ആയോ? ഔട്ട്ലെറ്റ് എന്ന് പറയുമ്പോൾ കണക്ഷൻ പോയിന്റ് ആണ്. ഇൻലെറ്റ് എന്ന് പറഞ്ഞാൽ വാക്യൂം സപ്ലൈ ചെയ്യുന്നത് ഇൻലെറ്റ് വഴി. ഓക്കെ, അത്രയും മാത്രമേ ഉള്ളൂ. ഇതിൽ കൂടുതലായിട്ട് നമുക്കൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ ആണോ? അപ്പോ അഡ്വാൻറ്റേജസ് നമ്മള് പേഷ്യൻസിന്റെ അഡ്വാൻറ്റേജസ് ആണ് നോക്കിയത്. നെക്സ്റ്റ് വരുന്നത് ഫോർ ഹോസ്പിറ്റൽ സ്റ്റാഫ് ആണ് കേട്ടോ. സ്റ്റേറ്റ് ആയിരിക്കില്ല, അവിടെ കറക്ഷൻ ഉണ്ടാകും. സ്റ്റാഫുകൾക്കുള്ള ബെനിഫിറ്റ് ആയിരിക്കും. ഓക്കെ, ദെൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിനുള്ള ബെനിഫിറ്റുകൾ. ഓക്കെ, സ്റ്റാഫ് നോക്കാം കേട്ടോ. നമുക്ക് ഇനി സ്റ്റാഫിന്റെയും കൂടി ഒന്ന് അഡ്വാൻറ്റേജസ് നോക്കാം. ദെൻ കുറച്ച് പിക്ചർ ടീച്ചർ കാണിച്ചു തരാനുണ്ട്. ഫോർ ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്കുള്ള അഡ്വാൻറ്റേജസ് എന്താണെന്ന്. സ്വിഫ്റ്റ് അവൈലബിലിറ്റി ഓഫ് ഗ്യാസ് ഓൺ ടാപ്സ്. സ്വിഫ്റ്റ് എന്ന് വെച്ചാൽ വേഗത്തിലുള്ള എന്താണ് മെഡിക്കൽ ഗ്യാസിന്റെ ലഭ്യത. പെട്ടെന്ന് തന്നെ പേഷ്യൻസിലോട്ട് മെഡിക്കൽ ഗ്യാസ് എത്തുന്നു അല്ലെ. പൈപ്പ് ലൈൻ വഴി നമുക്ക് പെട്ടെന്ന് വേഗത്തില പേഷ്യൻസിലോട്ട് മെഡിക്കൽ ഗ്യാസ് എത്തിക്കും. ക്ലീൻ, സേഫ് ആൻഡ് ഡിപെൻഡബിൾ ഡെലിവറി ഓഫ് ഗ്യാസസ്. ക്ലീൻ ആയിട്ടുള്ള അല്ലെങ്കിൽ സുരക്ഷിതമായിട്ടുള്ള സേഫ് ആയിട്ടുള്ള ആശ്രയയോഗ്യമായിട്ടുള്ള പേഷ്യൻസിന് ആവശ്യമുള്ള, ഡിപെൻഡബിൾ എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടുന്ന മെഡിക്കൽ ഗ്യാസസിനെ ഡെലിവറി ചെയ്യുന്നു. റെഗുലർ ഫ്ലോ ഓഫ് ഗേറ്റ്സ്. whenever regular flow of gas എന്നാണ് കേട്ടോ. ഗേറ്റ്സ് എന്നാണ് അല്ലെ, ഗ്യാസ് എന്നാക്കാം കേട്ടോ. ഗേറ്റ്സ് എന്നുള്ളത് ഗ്യാസ് എന്നാക്കാം. ഗേറ്റ്സ് എന്നാണോ കിടക്കുന്നത് പോയിന്റ്സില? ഓക്കെ, അത് ഗ്യാസ് എന്നാക്കാം കേട്ടോ. ഗ്യാസ് എന്നാക്കാം. റെഗുലർ ഫ്ലോ ഓഫ് ഗ്യാസ് whenever and wherever needed. അതായത് ആവശ്യമുള്ള ഗ്യാസ് എവിടെയും എപ്പോഴും ലഭ്യമാകുന്നത്. പൈപ്പ് ലൈൻ വഴി എപ്പോഴാണെങ്കിലും ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണെങ്കിലും ലഭ്യമാകുന്നു. മിനിമൽ ആക്സിഡന്റ് റിസ്ക് ഡ്യൂ ടു മിസ് ഹാൻഡിലിംഗ് ഓഫ് സിലിണ്ടേഴ്സ്. അതുപോലെ തന്നെ എന്താണ്, സിലിണ്ടർ ഹാൻഡിൽ ചെയ്യുന്നതും മിസ് ഹാൻഡിലായിട്ട് ശരിയായിട്ട് ഉപയോഗിക്കാത്ത രീതിയിലുള്ള അപകടങ്ങളെ ഒഴിവാക്കാം. ഹാൻഡിൽ അതായത് മെഡിക്കൽ ഗ്യാസ് വലിക്കൊന്നും ചെയ്യണ്ടല്ലോ, പൈപ്പ് ലൈൻ ആകുമ്പോൾ അങ്ങനെയുള്ള അപകടങ്ങളൊക്കെ നമുക്ക് റിസ്കുകളെ ഒഴിവാക്കാം. ഇത്രയുമാണ് സ്റ്റാഫുകൾക്കുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. വായിച്ചു നോക്കുക കേട്ടോ. 4 പോയിന്റ് ആണ്, വായിച്ചു നോക്കുക. ക്ലിയർ ആണോ? വായിച്ച 4 പോയിന്റ്. ഓക്കെ, അപ്പോ അഡ്വാൻറ്റേജസ് പേഷ്യൻസിനും അതോടൊപ്പം തന്നെ ഹോസ്പിറ്റൽ സ്റ്റാഫിനുള്ളതാണ് പറഞ്ഞത്. നെക്സ്റ്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ അഡ്വാൻറ്റേജസ് ആണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറയാം. അതിന് മുന്നേ കുറച്ച് പിക്ചറുകൾ ഒന്ന് കാണിച്ച് ക്ലിയർ ചെയ്യാനുണ്ട്. കുറച്ചുകൂടി നിങ്ങൾക്ക് കുറച്ച് നമ്മൾ എടുത്ത ആ ഒരു സെക്ഷനിലെ കുറച്ച് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഒന്ന് പിക്ചർ കാണിച്ചു തരാം.
പിക്ചർ കാണുന്നുണ്ടോ? ക്ലിയർ ആണോ? സ്ക്രീനിൽ കാണുന്നുണ്ടോ? ഓക്കെ. ഓക്കെ, കുറച്ച് പിക്ചർ എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത കുറച്ച് പിക്ചറും കൂടി കാണിക്കാം കേട്ടോ. ഇതാണ് സോഴ്സസ്. നമ്മൾ പഠിച്ചില്ലേ സോഴ്സസ്? അതായത് പേഷ്യൻസിന് നമ്മൾ മെഡിക്കൽ ഗ്യാസ് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്രോതസ്സുകളാണ് കേട്ടോ. ഓരോ പൈപ്പ് ലൈനുകൾ വഴി കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ മെഡിക്കൽ ഗ്യാസ് പേഷ്യൻസിലോട്ട് എത്തിക്കുന്നത്. സോഴ്സസ്. പിക്ചർ ക്ലിയർ ആണോ? സോഴ്സസ് കണ്ടോ? ഓക്കെ. നമ്മള് 2 ടൈപ്സ് പൈപ്പിംഗ് നെറ്റ്വർക്ക് കണ്ടു അല്ലെ? വാൾ മൗണ്ടഡ് ഉണ്ട്, പെൻഡന്റ് മൗണ്ടഡ് ഉണ്ട്. ഇതാണ് വാൾ മൗണ്ടഡ് കണ്ടോ? ഭിത്തിയോട് ചേർത്തിട്ടാണ്, വാൾ മൗണ്ടഡ് ആണ്. ഇവിടെ മെഡിക്കൽ ഗ്യാസസുകൾ കണ്ടോ? ഓക്സിജന്റെ റെഗുലേഷൻസ് ആ ഒരു പൈപ്പ് ലൈൻ മീൻസ് റെഗുലേറ്റർ ഒക്കെ ഉണ്ട്. ഇവിടെ നിന്നാണ്, അതായത് പേഷ്യന്റിന് ഇവിടെ കിടന്നുകൊണ്ട് ഇതിലൂടെയാണ് ഈ ഒരു പൈപ്പ് ലൈനുകൾ വഴിയാണ് നമുക്ക് മെഡിക്കൽ ഗ്യാസ് ഓക്സിജനും മറ്റും കൊടുക്കുന്നത്. ഇത് ഈ കിടക്കുന്ന പേഷ്യൻസിന് മാത്രമാണ് ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. ഇല്ലേ? വാൾ മൗണ്ടഡ് ആണ്. അവിടെ ഓൾറെഡി ഭിത്തിയുള്ളത് മൗണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, വാൾ മൗണ്ടഡ്. ക്ലിയർ ആണോ? വാൾ മൗണ്ടഡ് പേഷ്യൻസ് കിടക്കുന്നു, ഇതിലൂടെയാണ് ഓക്സിജൻ പേഷ്യന്റിന് മാസ്ക് ഒക്കെ വെച്ചിട്ട് ഓക്സിജൻ ലഭിക്കുന്നത്. ഓക്കെ. എന്താണ് പെൻഡന്റ് മൗണ്ടഡ് എന്ന് പറയുന്നത്? ഇത് നിങ്ങൾ കാണാൻ ചാൻസ് കുറവായിരിക്കും. ടീച്ചർ പറഞ്ഞില്ലേ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. കണ്ടോ? ഇത് മെഡിക്കൽ ഗ്യാസ് ആണ്. കണ്ടോ? ഇവിടെ താഴെയാണ് മെഡിക്കൽ ഗ്യാസ് വരുന്നത്, ഓക്സിജനും മറ്റും വരുന്നത്. ഇതിങ്ങനെ തൂക്കിയിടുന്ന ടൈപ്പാണ്. അതായത് ഇപ്പൊ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിൽ ഒരു 2-3 പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് റൊട്ടേറ്റ് ചെയ്തിട്ട് മൂവ് ചെയ്യിക്കാൻ പറ്റും. അത് മൂവ് ചെയ്തിട്ട് അടുത്ത പേഷ്യൻസിലോട്ടും എത്തിക്കാം. വാൾ മൗണ്ടഡ് ആണെങ്കിൽ ഭിത്തിയിൽ ഇത് ഓൾറെഡി ഫിറ്റഡ് ആണല്ലോ. അപ്പൊ ആ കിടക്കുന്ന ആ ഒരു പേഷ്യൻസിന് മാത്രം കിട്ടുള്ളൂ. ഒരാൾക്ക് മാത്രം ആ ഒരു മീൻസ് ആ വാളിനോട് ചേർന്നിട്ടുള്ള ആ പേഷ്യന്റിന് മാത്രമേ ലഭിക്കുള്ളൂ. പക്ഷെ ഓപ്പറേഷൻ തിയേറ്റർ എന്നൊക്കെ പറയുമ്പോൾ 1-2-3 പേഷ്യൻസ് ഒക്കെ വരും. സോ ഇത് റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് ആ പേഷ്യൻസിലോട്ട് എത്തിക്കാനും സാധിക്കും. കണ്ടോ? ഇതാണ് വാൾ മൗണ്ടഡ് മെഡിക്കൽ ഗ്യാസ് ആണ്. ഓക്സിജനും മറ്റൊക്കെയാണ് ഇതിൽ വരുന്നത്. ദെൻ ഇവിടെ നിന്നാണ് നമ്മൾ ഓക്സിജൻ മാസ്ക് ഒക്കെ വഴി പേഷ്യൻസിലോട്ട് എത്തിക്കുന്നത്. ക്ലിയർ ആണോ പിക്ചർ? കുറച്ചും കൂടി ഐഡിയ കിട്ടിയോ എല്ലാവർക്കും? ഓക്കെ. ഓക്കെ, 3 പിക്ചർ എടുത്തിട്ടുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ മാനിഫോൾഡ് സിസ്റ്റം ഇതിനകത്ത് അപ്ഡേറ്റ് ആയിട്ടില്ല. പിക്ചർ എടുത്തിട്ടിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ മാനിഫോൾഡ് സിസ്റ്റത്തിന്റെ പിക്ചറും കൂടി കാണിച്ചു തരാം. അപ്പൊ കുറച്ചും കൂടി ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. ഓക്കെ, മാനിഫോൾഡ് ഞാൻ എടുത്തു എന്നാണ് വിചാരിച്ചത്, എടുത്തിട്ടില്ല. ഓക്കെ, അപ്പൊ ഇത് 3 വന്നിട്ടുള്ളൂ. മാനിഫോൾഡ് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിച്ചു തരാം കേട്ടോ. കുറച്ചും കൂടി അതും ക്ലിയർ ആകും. ഓക്കെ, അപ്പോ വളരെ കുറച്ച് ഭാഗം ടീച്ചർ എടുത്തിട്ടുള്ളൂ. ഇനി അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ അഡ്വാൻറ്റേജസ് കൂടി ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അപ്പൊ പിക്ചർ കൂടി കണ്ടപ്പോൾ അതിന്റെ പിക്ചർ കാണിക്കാനായിട്ട് ടൈം കിട്ടില്ല. ഓക്കെ അല്ലേ? കുറച്ചും കൂടി സംശയമൊക്കെ കുറച്ചും കൂടി ക്ലാരിഫിക്കേഷൻ കിട്ടിയോ പിക്ചർ കണ്ടപ്പോ എല്ലാവർക്കും? കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണ്. ആ ഒരു സെക്ഷൻ മാത്രമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓക്കെയാണ്. അതുകൊണ്ടാണ് പ്രത്യേക പിക്ചർ ഒക്കെ എടുത്തത്. നെക്സ്റ്റ് ക്ലാസ്സിൽ മാനിഫോൾഡ് സിസ്റ്റത്തിന്റെ പിക്ചർ കാണിക്കാം. ഞാൻ മറന്നു പോകും ചിലപ്പോ, ഒന്ന് ഓർമ്മിപ്പിക്കാം. ഓക്കെ. Okay, thank you all. Thank you, ma'am. Thank you, ma'am.